ഹായ് അസ്സാം വലൈക്കും. നമുക്കിന്ന് ഒരു അടിപൊളി കായ്പൊളി ഉണ്ടാക്കിയാലോ. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കാം. അതിനായി ഞാനിവിടെ 5 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം ഞാനിവിടെ ഒന്ന് തിരിച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ പഴം ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് 5 മുട്ടയാണ്. ഞാൻ 5 പഴത്തിന് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസൻസ് 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ പാൽപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടി കൂടി ഇട്ടാൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ പാൽപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വാട്ടിയെടുത്ത പഴം നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഈ മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂടിപ്പോയാൽ കായ്പോള കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.